വിക്രമിൻ്റെയും വേദയുടെയും ഒരു റൊമാൻറ്റിക് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷമാണ് ഈ ഒരു സീനൊക്കെ വരുന്നത്. ആദ്യം തന്നെ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് കാണണേ. അങ്ങനെ വിക്രം ഒരു മൂളിപ്പാട്ടോട് കൂടെ കൂളി കഴിഞ്ഞ് തൻ്റെ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ അവനൊരു മുണ്ടെടുത്തുകൊണ്ടാണ് വരുന്നത്. അവൻ്റെ കൺമുമ്പിൽ വേദയെ കണ്ടതും അവൻ അയ്യോ എന്ന് വിളിച്ച് നിലവിളിക്കണം. എന്താ വിക്രം മഹാരാജാവ് പേടിച്ചു പോയോ ഈ വേദയെ കണ്ടിട്ട്? ഓ നീ വേദയല്ലല്ലോ വേതാളമല്ലേ എന്ന് അവൻ തിരികെ ചോദിക്കുന്നുണ്ട്. എന്തിനാ നീ ഇപ്പോൾ എൻ്റെ റൂമിലേക്ക് വന്നത്? ഒരു അന്യപുരുഷൻ്റെ റൂമിലേക്ക് ഇങ്ങനെ കയറി വരാൻ പാടുണ്ടോ എന്ന് വേദയോട് ചോദിക്കുക. അന്യപുരുഷനാണോ? നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ? ഓ ഒരു ഭർത്താവും ഭാര്യയും എന്നവൻ പറഞ്ഞു പുജിക്കാണ്. അപ്പോൾ അവളാണെങ്കിലോ കയ്യിലുണ്ടായിരുന്ന ചായക്കപ്പ് അവനിക്ക് കൊടുക്കുക. ഇതിവിടെ തരാൻ വേണ്ടി വന്നതാ, എനിക്കൊന്നും വേണ്ട. അവൻ ജാട ഇറക്കുന്നുണ്ട്. ഓ നിങ്ങൾക്കൊന്നും വേണ്ടേ, പക്ഷേ നിങ്ങളെക്കൊണ്ട് ഇത് ഞാൻ കുടിപ്പിക്കും എന്നവൾ വാശിയോടെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ അവർ അതങ്ങ് വെച്ചിട്ട് അവിടെ നിന്ന് പോയൊക്കെ എനിക്ക് ഡ്രസ്സ് മാറണം, അതിനെന്തിനാ ഞാൻ പോകുന്നത്, ഞാൻ എവിടേക്കും നോക്കാനൊന്നും പോണില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ബെഡിലിരിക്കുകയാണ് അവൾ. എടി വേതാളമേ, നിന്നോടാ പറഞ്ഞത് പോവാൻ, എനിക്ക് ഡ്രസ്സ് മാറണം. അവൻ വന്ന് പറയുമ്പോൾ ഞാൻ പോവില്ല 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 എന്ന് വേദയും തിരിച്ച് പറയാം. ഓഹാ നീ അങ്ങനെ പോവില്ലെന്നോ, എന്നാൽ ഞാൻ നിന്നെ പോയിക്കാം എന്നും പറഞ്ഞ് അവൻ കൈപിടിച്ച് വലിച്ച് പുറത്തേക്ക് തള്ളണട്ടോ. ആ സമയത്ത് രണ്ടുപേരും കൂടെ അങ്ങ് ബെഡിലേക്ക് കെട്ടിമറിഞ്ഞു വീഴാണ്. ആ സമയം മതി അവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ ഇമ വെട്ടാതെ നോക്കുന്നുണ്ട്. അറിയാതെ വിക്രം അവളുടെ കവിളിൽ ഒരു ഉമ്മ വെക്കുന്നുണ്ടോ. ആ വീഴ്ചയുടെ ആഘാതത്തിൽ അവളാണെങ്കിൽ അവിടെ തൊട്ടിട്ട് നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിക്കണം. ഞാനാണോ കാണിച്ചത്? നീയല്ലേ എൻ്റെ റൂമിലേക്ക് കയറി വന്ന് എൻ്റെ ബെഡിലിരുന്നത്? ഓ ഇപ്പം എനിക്കായ കുറ്റം, എന്നാലും എനിക്കിഷ്ടമായി എന്നവൾ പറയാണ്. എന്തിഷ്ടമായിന്നാ നീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവളുടെ കവളിൽ ഇങ്ങനെ തൊട്ടിട്ട് ഇതെനിക്കിഷ്ടമായി. എടി പെണ്ണെ പോവാനാ പറഞ്ഞത്, നിൻ്റെ ഒരു കാര്യം എന്ന് പറയാട്ടോ. അവൾ ഇല്ല ഞാൻ പോവില്ല എന്നും പറഞ്ഞ് വീണ്ടും അവൻ്റെ അടുത്തേക്ക് വരാണ്. അവനാണെങ്കിലോ അവനെ കിസ് ചെയ്യാൻ വരാണെന്ന് കരുതിയിട്ട് പേടിയോടെ ഇങ്ങനെ ഭയന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ബാക്കിലേക്ക് ഇങ്ങനെ പോവാണ്. ഈ സമയം വേദയുടെ അവളുടെ ഒരു മുടിയിൽ പിന്ന് അവൻ്റെ തോളിലായിട്ട് ആ ഒരു ടവലിൽ ഇങ്ങനെ കുരുങ്ങി കിടക്കായിരിക്കും. അതെടുക്കാനാണ് വേദ പോകുന്നത്. അവനാണെങ്കിൽ ഭയന്ന് പുറകിലോട്ട് മാറാണ്. നിങ്ങൾക്ക് നാണമില്ലേ, ഞാൻ ഇതെടുക്കാനാണ് പോയത്. എന്നാലും വിക്രം മഹാരാജാവായ ഗുണ്ടയ്ക്ക് ഇത്രയേറെ പേടിയുണ്ടെന്ന കാര്യം ഇപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ അവനാണെങ്കിലോ ഒരു കാബഡി ദേശം അഭിനയിച്ചുകൊണ്ട് തന്നെ എടി മര്യാദക്ക് പോവാനാ പറഞ്ഞത്. അവളാണെങ്കിലോ ഒരു പുഞ്ചിരിയോട് കൂടെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അവൻ്റെ മനസ്സിലും മഞ്ഞുരുകി തുടങ്ങിയെന്ന് അവൻ്റെ മുഖഭാവത്തിൽ മനസ്സിലാവും. അവനാണെങ്കിൽ വളരെ റൊമാൻറ്റിക് ആയിട്ട് തന്നെ ഒരു ചെറു പുഞ്ചിരിയോട് കൂടെ അവൾ പോയ വഴി അവിടെ തന്നെ നോക്കി നിൽക്കായിരിക്കും. അതിനുശേഷം ആ ബെഡിലേക്ക് അങ്ങ് വീഴാണ്. അവിടെയാണ് നമ്മുടെ വിക്രമിൻ്റെ മനസ്സിൽ മഞ്ഞുരുങ്ങി തുടങ്ങുന്നത്. വേദയോട് അവൻക്ക് പല കാര്യങ്ങളുമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അവൻ്റെ ജാട, അവൻ്റെ ഈഗോ അതൊന്നും തുറന്ന് പറയാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. പക്ഷെ പിന്നെ അവളോട് തുറന്ന് പറയുന്നത് അവളുടെ വീട്ടിലേക്ക് തിരികെ പോകുന്നുണ്ട്. എന്നിട്ട് ദർശനുമായിട്ടുള്ള വിവാഹവും നടക്കാന്നുള്ള ആ സമയത്താണ് അവൻ ഓടി വന്നിട്ട് നീ എൻ്റെ ജീവനാണെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുകയും അവളെ ചേർത്ത് പിടിക്കുകയും അവിടെ ആ സഭയിൽ വെച്ചിട്ട് താലി കെട്ടുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയുള്ള ഒരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എപ്പിസോഡ് ഞാൻ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.